Hello dears, greetings from Ejumi. Srinarayana Guru Open University. 2024 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സം അസൈൻമെന്റ്സ് സോൾവ്ഡ് പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ സോഷ്യോളജി ഹോണേഴ്സിന്റെ മെയിൻ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ്ഡ് ആയിട്ടുള്ള അസൈൻമെന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് സെയിം പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ള കോർ പേപ്പറിന്റെ തന്നെ അനലിറ്റിക്കൽ പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ പറയുന്നത് പോലെ തന്നെ മൊത്തം 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സെറ്റ് 2 അനലിറ്റിക്കലും 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 5-ൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ അസൈൻമെന്റിലേക്ക് എഴുതുന്ന സമയത്ത് ഏതാണോ ക്വസ്റ്റ്യൻ നമ്പർ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഒരിക്കലും 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ പോകുമ്പോൾ 1 എന്ന് നമ്പർ ഇട്ട് കൊടുക്കരുത്. അത് എപ്പോഴും പറയുന്നതാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ അസൈൻമെന്റ് എഴുതാം, അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ, അനലിറ്റിക്കൽ എങ്ങനെ എഴുതണം, ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ എഴുതണം, എങ്ങനെ എഴുതിയാലാണ് മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യത്യസ്ത വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ടൊന്ന് കാണുക. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം എല്ലാ കോഴ്സുകളുടെ പേപ്പറിന്റെയും അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ എജ്യൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ് വിഷയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അസൈൻമെന്റ് സോൾവ്ഡ് അസൈൻമെന്റ്സ് ആവശ്യമുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന UG PG കോഴ്സുകളുടെയൊക്കെ ക്ലാസ്സസ് എജ്യൂമിൽ അവൈലബിൾ ആണ്. നിലവിൽ കുറെ സ്റ്റുഡൻസ് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പല ബാച്ചുകളുടെയും റിസൾട്ട് നല്ല രൂപത്തിൽ നമുക്ക് വന്നു. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ ആവശ്യമുള്ള ആളുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു, പക്ഷേ ഇനി ക്ലാസ് എങ്ങനെ കിട്ടും, ക്ലാസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എജ്യൂമിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ക്ലാസ്സുകളും അതുപോലെ ലൈവ് ക്ലാസ്സസ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, റിവിഷൻ ക്ലാസ്സസ് തുടങ്ങിയിട്ട് എല്ലാവിധ മെന്റർഷിപ്പോട് കൂടി സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും ക്ലാസ് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ അനലിറ്റിക്കൽ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ സോൾവ്ഡ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾ ഫേസിംഗ് ഷീറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിനും അനലിറ്റിക്കലും സെപ്പറേറ്റ് ഫേസിംഗ് ഷീറ്റുകൾ ഉണ്ട്. അതൊരിക്കലും മാറിപ്പോകരുത്. അനലിറ്റിക്കലിന് എഴുതുമ്പോൾ എപ്പോഴും സബ്മിഷൻ ഫോം 2 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതൊക്കെ എങ്ങനെ ചെയ്യാൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അനലിറ്റിക്കൽ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് മാർക്സ് ലഭിക്കുക എന്നുള്ളത് കറക്റ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ ആ രൂപത്തിലാണ്. അപ്പൊ നമുക്ക് ഏതായാലും 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ നിന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ആൻസർ എഴുതുന്ന കണ്ടില്ല, നിങ്ങളെ അസൈൻമെന്റ് പേപ്പറിൽ നിങ്ങളുടെ അസൈൻമെന്റിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ 5 എന്ന് തന്നെ എഴുതണം. ഒരിക്കലും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ 1 എന്നിട്ട് എഴുതരുത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പല കുട്ടികളും ഈ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ട് അവരുടെ റിസൾട്ട് വരാത്തതും മാർക്ക് കിട്ടാത്തതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റ് ഏതാണോ നിങ്ങൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ വെർസറ്റൈൽ നേച്ചർ ഓഫ് ഇന്ത്യ, അസസ് ഹൗ ദ കൾച്ചറൽ ഫാക്ടേഴ്സ് ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് correlate to facilitate social change. ഇന്ത്യയിൽ ഉണ്ടാകുന്ന സോഷ്യൽ ചേഞ്ചിനെ ബേസ് ചെയ്തിട്ട് എഴുതേണ്ട സാധനങ്ങളാണ്. ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയിലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ അതുപോലെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ചിനെ കോറിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെയധികം ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതൊരു സോൾഡ് അസൈൻമെന്റ് ആണ്. ഇത് വേണ്ടവർക്ക് ഇത് ഇതുപോലെ ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു മോഡലായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രൂപത്തിൽ അസൈൻമെന്റ്സ് എഴുതുകയും ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ അസൈൻമെന്റ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതി അടുത്ത പേജിൽ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുത്തിട്ട് നല്ല ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു 3 പാരഗ്രാഫോളം വരുന്ന വലിയ നല്ലൊരു ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് 2 മാർക്ക് ഉണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ നല്ല രൂപത്തിൽ തന്നെ എഴുതിയാലാണ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഏകദേശം നമ്മൾ എഴുതാൻ പോകുന്ന എല്ലാ മേഖലകളിലെയും കടന്നു ചെന്ന് വേണം നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ആ രൂപത്തിൽ എഴുതുമ്പോൾ ആ ഇൻട്രൊഡക്ഷന്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങളെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതൊക്കെ ഏരിയകളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നിട്ട് എഴുതണം എന്നുള്ള. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സ് പ്രൊഫൈൽ നമ്മൾ ചെറിയ രൂപത്തിൽ അതിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഇന്ത്യയുടെ സോഷ്യൽ ചേഞ്ചിലേക്ക് നയിച്ചിട്ടുള്ള സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ ടെക്നോളജിക്കലുമായിട്ടുള്ള ഫാക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നില്ല. അതുപോലെ ക്രിട്ടിക്കൽ വ്യൂ ദ സെയിം വിത്ത് ഡൈനാമിക് ഷിഫ്റ്റ് ഇൻ ട്രഡീഷണൽ നേച്ചർ ഓഫ് ഇന്ത്യ. അപ്പൊ ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ വേണ്ടി ഏകദേശം ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ എഴുതും. ഫസ്റ്റത്തത് ഇന്ത്യസ് ഡൈവേഴ്സ് പ്രൊഫൈൽ ആൻഡ് ദ നീഡ് ഫോർ സോഷ്യൽ ചേഞ്ച്. ജസ്റ്റ് നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു കാര്യം അവിടെ ഉൾപ്പെടുത്തി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഇന്ത്യയുടെ ഒരു കോംപ്ലക്സ് കൾച്ചറും കാര്യങ്ങളും അതിന്റെ ഡൈവേഴ്സിറ്റി ഒക്കെ ജസ്റ്റ് നമ്മൾ പറയണോ. പ്രധാനമായിട്ടും
വരേണ്ട ഡൈവേഴ്സിറ്റി കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കാണുന്നില്ല. അപ്പൊ അതിൽപ്പെട്ടാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പൊ നമ്മൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ കൾച്ചർ ഡൈവേഴ്സിറ്റി നമുക്ക് തന്നെ അറിയാം. അപ്പൊ അതിലേക്ക് കടന്ന് നല്ല ഈ അനലിറ്റിക്കൽ നമ്മൾ എഴുതുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് കാര്യം ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ഡാറ്റാസ് കൊടുക്കണം, അത് നമ്മൾ അനലൈസ് ചെയ്യണം, അതൊക്കെ ഇതിലേക്ക് വരണം. അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ വരുന്ന എത്നിക് ഗ്രൂപ്പ്സിന്റെ എണ്ണം നിങ്ങൾക്ക് കാണാം, ഇന്ത്യയിൽ മൊത്തം എത്ര ലാംഗ്വേജസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് കാണാം, അതുപോലെ ഇന്ത്യയുടെ കൾച്ചർ ഒരു ബ്ലെൻഡഡ് കൾച്ചറാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം എഴുതുന്നു. ഓരോ പേപ്പറിലും നിങ്ങൾ ഫുഡ് നോട്ട് എഴുതണം. ഇതിന്റെ മുമ്പത്തെ അസൈൻമെന്റ്സ് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഫുഡ് നോട്ട് എങ്ങനെ എഴുതട്ടെ എന്നുള്ള മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ പോയിട്ട് കാണാം. ഇവിടെ നമ്മൾ ഒരു വേർഡ് ഫുഡ് നോട്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡൈവേഴ്സിറ്റി എന്നുള്ള വേർഡ് എഴുതിയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കഴിയും ഡൈവേഴ്സിറ്റി എന്നുള്ള വേർഡ് നമ്മൾ എന്ന് നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഡൈവേഴ്സിറ്റി നമ്മൾ എഴുതിയിട്ട്. ഇനി അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസും നമ്മൾ കൊടുക്കണം. ഇന്ത്യയിൽ ലാസ്റ്റ് നടന്ന 2011 സെൻസസിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ വരുന്ന റിലീജിയൻസിന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ അതിനെ പറ്റിയിട്ട് എഴുതുന്നു. ഇനി ഇന്ത്യയിൽ സോഷ്യൽ ചേഞ്ചിന്റെ നീഡ് എന്താണ് എന്നുള്ളതിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റനിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗങ്ങളിലേക്ക് കൂടി കടന്നു ചെന്നിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതുപോലെ എഴുതാം. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ അത് എഴുതാം. ഇത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് കുറച്ചിട്ട് എഴുതാം. എപ്പോഴും ഒരു 7 to 10 പേജസ് ഒക്കെ അസൈൻമെന്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ കൾച്ചറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സോഷ്യൽ ചേഞ്ച്. ഇന്ത്യയിൽ സോഷ്യൽ ചേഞ്ചിനെ കൾച്ചറൽ ഫാക്ടേഴ്സ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് എഴുതുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയും. ഇവിടെയും നിങ്ങൾക്ക് ഫുഡ് നോട്ട് കാണുമ്പോൾ 2 വേർഡ്സ് നമ്മൾ ഫുഡ് നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫുഡ് നോട്ടിൽ നിങ്ങൾക്ക് മാർക്കുണ്ട്. അനലിറ്റിക്കൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അനലിറ്റിക്കൽ എഴുതുമ്പോൾ ഫുഡ് നോട്ട് കുറച്ച് കൂടുതൽ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതില് കൾച്ചറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സോഷ്യൽ ചേഞ്ച് എന്നുള്ളതിൽ നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ട് അർബനൈസേഷൻ ആൻഡ് ചേഞ്ചിങ് സോഷ്യൽ നോംസ്, അർബനൈസേഷൻ കാര്യമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിൽ ഇന്ത്യയിൽ അതിന്റെ പെർസെന്റേജ് എത്രയാണ്, അത് വ്യത്യസ്ത സിറ്റികളിലും മറ്റൊക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ സോഷ്യൽ ചേഞ്ചിനെ ബാധിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള വിത്ത് എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിന് റീസൺ ആയിട്ടുള്ള മറ്റൊന്നാണ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. ആളുകളിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും വിത്ത് ഡാറ്റ നമ്മൾ എന്താക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. നോക്കി കാണാൻ കഴിയും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് വെച്ചിട്ട് തന്നെയാണ് നമ്മളൊക്കെ ഇതില്ലേ. എന്നാലും ഇത് അനലിറ്റിക്കൽ ആവും. വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചാൽ അനലിറ്റിക്കൽ ആവൂല. പിന്നെ മൂന്നാമത് അതിന് വരുന്നൊരു കാരണം കൾച്ചറൽ ചേഞ്ചിങ് ജെൻഡർ റോൾസ് ആൻഡ് വുമൻ എംപവർമെന്റ് ആണ്. വുമൻസ് എംപവർമെന്റ് നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിൽ വന്നുള്ള സോഷ്യൽ ചേഞ്ച് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത്തരം മേഖലകളൊക്കെ നമ്മൾ കടന്നു. നല്ലൊരു എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള മീ ടു മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ക്വസ്റ്റനിൽ വന്നുള്ള അടുത്തൊന്നായിരുന്നു ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സോഷ്യൽ ചേഞ്ച്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. അതിൽ വരാവുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് 1 by 1. ഡിജിറ്റൽ റെവല്യൂഷൻ ആൻഡ് ആക്സസ് ടു ഇൻഫർമേഷൻ. ഡിജിറ്റൽ റെവല്യൂഷനും അതുപോലെ ആളുകൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കും മറ്റിലേക്കും വന്നുള്ള ആക്സസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് ഡാറ്റാസ് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ആൻഡ് അഡ്വാൻസ്മെന്റ് ഇൻ ഹെൽത്ത് കെയറിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെന്റ് കാര്യങ്ങളും സോഷ്യൽ ചേഞ്ചിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ സമർത്ഥിക്കുന്നത്. ഈ രൂപത്തിലാണ് നമ്മൾ എന്താക്കേണ്ടത്, ഒരു അനലിറ്റിക്കൽ ഡാറ്റ കറക്റ്റ് ആയിട്ട് എഴുതി പോകേണ്ടത്. അതുപോലെ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ടെക്നോളജി. ടെക്നോളജി വന്നപ്പോൾ അതിലൂടെ വന്നിട്ടുള്ള എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, ഇതും സോഷ്യൽ ചേഞ്ചിന് എന്തായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. അതിന്റെ കൾച്ചറൽ ഫാക്ടേഴ്സിലും മറ്റിലൊക്കെ പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ഇത് എഴുതാൻ. എന്നിട്ട് മൊത്തത്തിൽ നമ്മളൊരു ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദി ഡൈനാമിക് ഷിഫ്റ്റ് ഇൻ ട്രഡീഷൻ ഇന്ത്യ എന്നുള്ളത് ക്വസ്റ്റനിൽ വേറെ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളത് വേറെ തന്നെ ഒന്ന് എഴുതുന്നത് നല്ലതാണ്. അപ്പൊ അത് ചെറിയ രൂപത്തിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചാലഞ്ചസ് ടു സോഷ്യൽ ചേഞ്ച് ഇതിനുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ അനലിറ്റിക്കലിലേക്ക് മാറുള്ളൂ. റൂറൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഈ ചേഞ്ചിന് എതിരെയുള്ള ഇന്ത്യയിലെ റൂറൽ ഏരിയകളിൽ നിന്ന് വരുന്ന, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരു റെസിസ്റ്റൻസ്. കുറെ എക്സാമ്പിൾസ് നമുക്ക് അതിന് എഴുതാണ്ടാവും. ജെൻഡർ ഇനീക്വാലിറ്റി, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജെൻഡർ ഇനീക്വാലിറ്റി, ടെക്നോളജിക്കൽ ഡിവൈഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ കൂടുതലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താണ്ടാവും. ഏകദേശം എല്ലാ കാര്യങ്ങളും ഒന്ന് ഫ്രൂട്ട് ആക്കിയിട്ട് എഴുതിയെന്ന് മാത്രം. അതുപോലെ ഫുഡ് നോട്ട്സ് എല്ലാ പേജിലും കൊണ്ടുവരണം. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കുറച്ച് പേജസിൽ വരുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു അസൈൻമെന്റിന്റെ മെയിൻ പാർട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതേണ്ട അടുത്ത പേജിൽ നമ്മൾ കൺക്ലൂഷൻ എഴുതണം. കൺക്ലൂഷനും മാർക്കുണ്ട്. നല്ല രൂപത്തിൽ നല്ലൊരു കൺക്ലൂഷൻ തന്നെ നമ്മൾ മൊത്തം എഴുതി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു കൺക്ലൂഷൻ നമ്മൾ എഴുതണം. അത് എഴുതുമ്പോൾ ആ കൺക്ലൂഷന്റെ മാർക്ക് കൂടെ നമുക്ക് ലഭിക്കും. എപ്പോഴും പറയുന്നത് പോലെ കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾക്ക് വേറൊരു 2 മാർക്ക് കൂടി വരാനുണ്ട്. അത് റെഫറൻസ് ഓഫ് ബിബ്ലിയോഗ്രഫി എന്നുള്ള ഭാഗത്തു നിന്നാണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ ഡാറ്റാസ് റെഫർ ചെയ്തു എന്നുള്ള കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതും. ഇവിടെ നിങ്ങൾക്ക് കാണാം വേൾഡ് ബാങ്കിന്റെ സ്റ്റഡി
ഇന്ത്യ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്നുള്ള ഒരു സ്റ്റഡി, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് അവർ നടത്തിയ പഠനത്തിന്റെ ഡാറ്റയാണ്. അതുപോലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള, ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയ ഇത്രയും സാധനങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം, ഈ ഒരു സോൾഡ് അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങളും എന്താക്കണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന അസൈൻമെന്റിൽ എന്തൊക്കെ നിങ്ങൾ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചോ അത് റെഫറൻസസ് ഓഫ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞ അവസാനത്തെ പേജിൽ എഴുതണം. ഇതുകൂടെ എഴുതുമ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുന്നതും അസൈൻമെന്റ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും. അപ്പൊ ഈ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും എഴുതുക, നല്ല രൂപത്തിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും ഒറ്റ ഫയലായിട്ടാണ് നിങ്ങൾ ബൈൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതൊരിക്കലും മാറിപ്പോകരുത്. അപ്പൊ അതെങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ ഡൗട്ട്സ് ഉള്ളവർക്ക് ക്ലിയർ ചെയ്യുക. അസൈൻമെന്റ് സപ്പോർട്ടോ അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സസോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യാം.